ഈ വീഡിയോയിൽ ഇപ്പോൾ കണ്ട അധിക ആളും ഇന്ന് ജീവിച്ചിരിപ്പില്ല. നമുക്കെല്ലാവർക്കും അറിയാം, തൃശ്ശൂർ പൂരത്തിന് വേണ്ടി തൃശ്ശൂർ പൂരത്തിൽ വരുന്ന ജനലക്ഷങ്ങൾക്ക് സന്തോഷിപ്പിക്കാൻ വേണ്ടി വർണ്ണാഭരങ്ങളായ പടക്കം നിർമ്മിക്കുന്നതിൻ്റെ ഇടയിൽ സ്ഫോടനമുണ്ടായി. അതിൽ കാണുന്ന അധിക ആൾക്കാർക്കും ജീവൻ നഷ്ടമായി. എങ്ങനെ നഷ്ടപ്പെട്ടു? ചിതറി 1 കിലോമീറ്ററോളം അകലെ അവരുടെ ചിന്ന ഭിന്നമായി ശരീരം തെറിച്ചുപോയി. ഇപ്പോഴും അതിനെ ആൾക്കാർ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്, ആരൊക്കെ മരണപ്പെട്ടു എന്നുള്ളത്. 9 പേരിപ്പോൾ 10 പേര് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എത്ര വലിയൊരു ദാരുണമായ സംഭവമാണല്ലേ. നമ്മൾ ഇതിൻ്റെ ഞെട്ടലിൽ ഇപ്പോൾ നമ്മൾ മാറിയിട്ടില്ല അല്ലെ. കുടുംബം പോറ്റാൻ വേണ്ടി, വയറ്റിപ്പിറപ്പിന് വേണ്ടി ജീവിതം ത്യാഗം ചെയ്ത് ജീവിക്കുന്ന എത്ര ആൾക്കാർ കേരളത്തിൽ. അതേപോലെ ആക്സിഡൻറ്റിൽ മരണപ്പെട്ട ഒരു നിമിഷം കൊണ്ട് തകർന്ന് തരിപ്പണമായ ജീവിതം. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതം ഇതിൻ്റെ ഇടയ്ക്കാണ് ജീവിതം. ഇത് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ കണ്ടു എന്നുള്ളത്. അതുപോലെ ഇറാനിലും അതുപോലെ തന്നെ ലെബനാനിലും ഗാസയിലും ഒക്കെ ഇതുപോലുള്ള ഇതിനേക്കാളും എത്ര ഇരട്ടി ശക്തിയുള്ള സ്ഫോടനം വന്നാണ് അവിടെ എത്ര ആൾക്കാർ ഓരോ ദിവസവും ചിതറി മരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിതിപ്പോൾ കേരളത്തിൽ കണ്ടു. ലോകത്ത് മുഴുവനും ഇതുപോലുള്ള കാണുന്നുണ്ട്. ആക്സിഡൻറ്റ് സംഭവിച്ചു, 9 പേര് അത്രയും വലിയ വീഴ്ചയിലേക്ക് വീണ് മരണപ്പെട്ടത് നമ്മൾ കാണുന്നുണ്ട്. അത് നമ്മുടെ നാളെ അവസ്ഥ നമുക്കെന്നും പറയാൻ പറ്റില്ല എങ്ങനെ മരിക്കും എന്നുള്ളത്. അതിൻ്റെ ഇടയിലാണ്, ഈ ഒരു ചെറിയൊരു ഇടവേളയിലാണ് നമ്മൾ ഇന്ന് കാണുന്നവരെ നാളെ കാണുന്നില്ല. എന്തിനേറെ ഒന്ന് നമ്മൾ മനസ്സ് വേദനിപ്പിച്ചവരൊന്നും മാപ്പ് പോലും ചോദിക്കാൻ അവസരം കിട്ടാതെ നമ്മൾ മരണപ്പെട്ടു പോകേണ്ട ഈ ഒരു ജീവിതത്തിൽ നമ്മൾ പരസ്പരം പാരവെക്കുകയാണ്, പരസ്പരം അസൂയപ്പെടുകയാണ്, പരസ്പരം അഹങ്കരിക്കുകയാണ്. എങ്ങനെ അഹങ്കരിക്കാൻ പറ്റും? ഇതൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് എങ്ങനെ അഹങ്കരിക്കാൻ പറ്റും? നമ്മളുടെ നാളത്തെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ എങ്ങനെ മരിക്കും, നമ്മളതിന് തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ടോ? ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് അഹങ്കരിക്കാൻ പറ്റുമോ? അസൂയപ്പെടാൻ പറ്റുമോ? പാരവെക്കാൻ പറ്റുമോ? മറ്റുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്യാനല്ലാതെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അത്തരം മരണങ്ങളെ തൊട്ട് അള്ളാഹുവെ നമ്മളെ സഹോദരങ്ങളെ, നമ്മളെ മക്കളെ, നമ്മളെ ഭാര്യമാരെ അവരൊക്കെ നീ കാക്കണമെന്ന് ദുആർക്കാനല്ലേ നമുക്ക് സമയം കിട്ടുകയുള്ളൂ. നമ്മളെല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണം. നമ്മളെ സഹോദരിമാർ, കേരളത്തിലുള്ള ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം ഒന്നും നോക്കാതെ അള്ളാഹുവെ ആ സഹോദരന്മാർക്ക് അള്ളാഹു അത്തരം മരണങ്ങളെ തൊട്ട് കാക്കണേ റബ്ബേ. അവർ കുടുംബത്തിന് വേണ്ടി എത്ര കഷ്ടപ്പെടുന്നു, മറ്റുള്ളവർ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവർ ഒരുകൂടി ആ ചൂട് താങ്ങാൻ കഴിയാതെ അവിടെ പുറത്തിരുന്ന് അവിടെ വെടിമരുന്നുണ്ടാക്കി ആ ചൂടിൻ്റെ കാഠിന്യം കൂടിയിട്ട് എന്തോ ഒരു സ്ഫോടനം വന്ന് അത്രയും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന, എത്രയോ കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന, ഇവിടെ ഗൾഫ് നാട്ടിൽ എത്ര കഷ്ടപ്പെട്ട് ജീവിക്കുന്നു, അവർക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അതിൻ്റെ ഇടയിൽ ഒരുപാട് റീൽസ് ഉണ്ടാക്കിയിട്ട് നമ്മളുടെ ആഡംബരം മറ്റുള്ളവരെ കാണിക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക? അവർക്ക് നല്ല മോട്ടിവേഷൻ ക്ലാസ്, സമാധാനപരമായ നല്ല ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കുക. അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. ആർക്കും പാരവെക്കാതിരിക്കുക. ഗൾഫിലും ഇവിടെ പ്രതിസന്ധി, നാട്ടിലും പ്രതിസന്ധി. അള്ളാഹു എല്ലാവർക്കും അവരുടെ കച്ചവടത്തിൽ നീ ബർക്കത്ത് കൊടുക്കണേ. ജോലി നഷ്ടപ്പെടുന്നവർക്ക് അള്ളാഹു വേറെ വഴി നീ കാണിച്ചു കൊടുക്കണേ. എല്ലാവർക്കും അള്ളാഹുവെ നീ സന്തോഷവും സമാധാനം നൽകുക. നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അള്ളാഹു എല്ലാവർക്കും സന്തോഷവും സമാധാനവും നൽകട്ടെ. മരണപ്പെട്ട പോയവരുടെ കുടുംബത്തിന് അള്ളാഹു ക്ഷമ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.